നമുക്ക് എറണാകുളത്തേക്ക് ഒന്ന് പോകണം. ഐതിഹാസിക വിജയം അക്ഷരാർത്ഥത്തിൽ UDF പിടിച്ചെടുത്ത ജില്ലയാണ് എറണാകുളം. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് വേണമെങ്കിൽ LDF സംവിധാനത്തെ വിശേഷിപ്പിക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് പോലെ VD സതീശന് തട്ടകം അവിടെ ഇത്രയെങ്കിലും സതീശന് കൊടുക്കണം എന്നുള്ള ആവേശത്തിൽ തന്നെയായിരുന്നു, ആഗ്രഹത്തിൽ തന്നെയായിരുന്നു പാർട്ടി അണികളും നേതാക്കളും മറ്റും. അത് സംഭവിച്ചു. ഡാനി, എറണാകുളത്തെ അക്ഷരാർത്ഥത്തിൽ കിടുക്കി അല്ലേ UDF വിജയം? രഞ്ജിത്ത്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം എറണാകുളം ജില്ലയിൽ ക്ലീൻ സ്വീപ്പ് ആയിരിക്കുമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതും അത് ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞതും VD സതീശൻ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കുറച്ചുപോയ മണ്ഡലങ്ങളിൽ ഒന്ന് എന്നത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ പറവൂരായിരിക്കാം. മറ്റിടങ്ങളിലെല്ലാം അദ്ദേഹം ഓടി നടന്ന് പ്രയത്നിക്കുകയായിരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട പോലെ ഈ എറണാകുളം ജില്ലയിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് അദ്ദേഹം പ്രചാരണത്തിൽ ഏർപ്പെടുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം, 14 സീറ്റും ഇവിടെ നിന്ന് നേടുമെന്ന് പറയുമ്പോൾ പലരും നെറ്റിച്ചുളിച്ചിരുന്നുവെങ്കിൽ കൂടി ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കൌണ്ടിംഗ് കാര്യങ്ങളിലേക്കെല്ലാം വന്നപ്പോൾ അത് അടിവരയിടുന്ന രീതിയിലേക്ക് അത് പോവുകയാണ് ഉണ്ടായത്. കാരണം ഉറച്ച സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരിടമായിരുന്നു. അതോടൊപ്പം തന്നെ കളമശ്ശേരി ഏറ്റവും വലിയ അട്ടിമറി നടന്നത് മന്ത്രി P. രാജീവ് പരാജയപ്പെട്ടതാണ്. അത് ചെറിയ വോട്ടിനല്ല, 16,000-ൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. ഈ മറ്റിടങ്ങളിലേക്ക് പോവുകയാണ്. പലരും തന്നെ ഉയർന്ന വിജയമാണ് നേടിയത്. മനോജ് മൂത്തേട്ടനെ പെരുമ്പാവൂർ കൊണ്ടുവരുമ്പോൾ അത് ഒരു വിവാദത്തിലേക്ക് അടക്കം അവസാന നിമിഷം വരെയും അസ്വാരസ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരിടമായിരുന്നു പെരുമ്പാവൂർ എന്ന് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റുന്നതിന് ചൊല്ലി ഒരുപക്ഷെ അദ്ദേഹം റിബലായി മത്സരിക്കുമെന്നതെല്ലാം തന്നെ പറയുന്നിടത്ത് നിന്ന് അത് സമവായത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമല്ല, മികച്ച വിജയം, ഒരുപക്ഷെ എൽദോസിനേക്കാൾ കൂടുതൽ മികവാർന്നൊരു വിജയം അവിടെ നേടിയെടുക്കാൻ പുതുമുഖമായ മനോജ് മൂത്തേട്ടന് കഴിഞ്ഞു എന്നത് തന്നെ ശ്രദ്ധേയമാണ്. ഒപ്പം മറ്റിടങ്ങളിലുമെല്ലാം തന്നെ മാത്യു കുഴൽനാടനടക്കം നേടിയ വലിയ ഭൂരിപക്ഷങ്ങൾ ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്നു. ഒപ്പം ഇത് 2020-യുടെ ആ ഒരു ഇടങ്ങളിൽ ശക്തമായ NDAയുമായുള്ള ഒരു കൂട്ടുകെട്ടെല്ലാം ഉണ്ടാകുകയും അവരൊരു വലിയ വെല്ലുവിളിയാകുകയും ചെയ്യും എന്നതെല്ലാം തന്നെ വിശ്വസിച്ചെടുത്ത് അവരെല്ലാം അത് നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് UDFന്റെ ഒരു തേരോട്ടം തന്നെയാണ് എല്ലായിടത്തും കണ്ടത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസിനെ അവിടേക്ക് ഏറ്റവും വിശ്വസ്തനായ VDയുടെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ വലിയ എതിർപ്പ്, ലത്തീൻ സഭയുടേതടക്കം ഏതാണ്ട് നേരിട്ടുള്ള എതിർപ്പായിരുന്നു, തുറന്ന യുദ്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരം ധാരണകളെല്ലാം തന്നെ ഒരുപക്ഷെ VDയുടെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ തന്നെയാണ് അത് മറികടന്നത്. 6,000-ലധികം വോട്ടുകൾക്ക് അവിടെ മുഹമ്മദ് ഷിയാസ് വിജയിച്ചു കയറുമ്പോൾ അതേ തന്ത്രം തന്നെയായിരുന്നു വൈപ്പിനിൽ പയറ്റിയത്. അത് ലത്തീൻ സഭയെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു ഈ രണ്ടിടങ്ങളിലും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. വൈപ്പിനിലും മികച്ച വിജയം നേടിയെടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നത്. അങ്ങനെ ഇടതുമുന്നണി കണക്ക് കൂട്ടിയെടുത്തെല്ലാം 5 സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ 5 സീറ്റുകളും തിരിച്ച് UDFനൊപ്പം ചേർക്കുന്നു. ഇതിനു മുൻപ് ഇതുപോലെ 13 സീറ്റുകൾ നേടിയ ഒരു റെക്കോർഡാണ് UDFന് ഒപ്പം ഉണ്ടായിരുന്നത്, കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആദ്യമായിട്ട് 14 സീറ്റുകൾ നേടിയിരുന്നു. അന്ന് ആ 13 സീറ്റുകൾ നേടിയിരുമ്പോൾ പെരുമ്പാവൂർ PP തങ്കച്ചൻ മാത്രമാണ് അന്ന് പരാജയപ്പെട്ടത്. പക്ഷെ ഇത്തവണ പൂർണ്ണമായ രീതിയിലേക്ക് എറണാകുളത്തെ അത് UDFന്റെ എല്ലാ കാലവും പറയുന്നത് പോലെ ഒരു പൊന്നാപുരം കോട്ട എന്ന് അവർ വിശേഷിപ്പിക്കുന്നത് പോലെ അതെന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട്, എതിരാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇക്കുറി കഴിഞ്ഞു എന്നതാണ്. ഇനി ഇവിടെ നിന്ന് ആരൊക്കെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് അടക്കം പോകുമെന്നുള്ളൊരു ചർച്ചകളിലേക്കെല്ലാം തന്നെ ആ രീതിയിലേക്കെല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. കാരണം എറണാകുളത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലേക്ക് പലരും അതിൻ്റെ ആ പേരുകളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. എന്തായാലും വൈകാതെ തന്നെ ഈ രീതിയിലേക്കുള്ളൊരു തുറന്ന ചർച്ചകളിലേക്ക് വന്നേക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലായിടത്തും ബാക്കി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.